150 രൂപയ്ക്ക് ജീൻസ്, 150 രൂപയ്ക്ക് ഷർട്ട്, 100 രൂപ കിട്ടും. വില പേശി കഴിഞ്ഞാൽ 100 രൂപ കിട്ടും സാധനം. 256 GB പെൻ ഡ്രൈവ് വാങ്ങിയിട്ടോ. ഞാൻ കത്തൊന്ന് തുറക്കും. 150 രൂപയ്ക്ക് 2 എണ്ണം തന്നാ നല്ല ഡീലാന്നൊക്കെ വെറുതെ സാധനം. ഇതാണ് അവസ്ഥ. എത്രയാണ് ക്യാമറ ഒക്കെ നോക്കി പിടിച്ചില്ലെങ്കിൽ അടുത്ത സൺഡേ മാർക്കറ്റ് ക്യാമറയോട് വയ്ക്കാൻ വെച്ചിട്ടുണ്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിൽ ചോർ ബസാറിലാണ്. നിങ്ങളെല്ലാവരും കേട്ടോ ചോർ ബസാറിൽ. അപ്പോൾ നമുക്ക് കുറച്ച് മലയാളികളോട് പേര് പറയാം. പേര് അഡ്വിക് കേരള. ഓരോ പേര് പറയൂ. അപ്പോൾ നമ്മളങ്ങനെ ഗുരുദ്വാരയെന്ന് പരിചയപ്പെട്ടുണ്ടോ. സോ ഇനി കുറച്ച് യാത്രകൾ ഇവരുടെ പോയിരിക്കും. ഞാൻ ഒറ്റക്കാണ്ട് അവർ പറഞ്ഞ് എൻ്റെ ഞങ്ങളപ്പം കൂടിക്കോന്ന് പറഞ്ഞ്. സോ അങ്ങനെ കയറിയേക്കണേ. അപ്പോൾ നമ്മൾ ചോർ ബസാറിലാണ് നിൽക്കണ്ട. ചോർ ബസാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കട്ട സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. അങ്ങനത്തെ ഐറ്റങ്ങളുണ്ട്. പിന്നെ പുതിയ സാധനങ്ങളുണ്ട്. എല്ലാം റേറ്റ് കുറേ കിട്ടും നമുക്ക്. ഇത് സൺഡേ മാർക്കറ്റാണ്. സൺഡേ മാത്രമേ ചോർ ബസാർ ഉണ്ടാവുള്ളൂ. സോ ഇവിടെ ഇങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ക്യാമറയൊക്കെ നോക്കി പിടിച്ചില്ലെങ്കിൽ അടുത്ത സൺഡേ മാർക്കറ്റ് ക്യാമറയോട് വയ്ക്കാൻ വെച്ചിട്ടുണ്ടാവും. ഫുഡ് ഐറ്റംസ്, ഒറിജിനൽ വെല്ലണ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. OnePlus ഒരു ബഡ്സ് ഉണ്ടായിരുന്നു 3000 രൂപ റേറ്റ് തന്നെ. ഇവിടെ എത്രയെന്ന് അറിയില്ല, ഞാൻ ചോദിച്ചില്ല അതിൻ്റെ റേറ്റ്. നമ്മളങ്ങനെ ഇപ്പം ബ്രോയ്ക്ക് ഒരു ബാഗ് തപ്പി ആളെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കാണുന്നില്ല. കിത്തനായേ ബായ്, കിത്തനായേ ഓ, കിത്തനായേ 1200 എത്രയാണ്? ആർക്കും അങ്ങനെ ഹിന്ദി അറിയില്ല. ഇംഗ്ലീഷ് 12. അപ്പോൾ 1200 രൂപ ഉണ്ട് ഈ ഒരു ഷൂവിന്. വെറുതെ ഇത് ഇവിടെ കൂടെയൊക്കെ നടക്കണുണ്ടോ. കുറേ ഏരിയയിലുണ്ട് സംഭവം. ക്രൗഡിന് ഓണടിക്കണാണ്. ചില സ്ഥലത്ത് പ്രാന്ത് പിടിക്കും. കച്ചോരി ആ എനിക്ക് അടുത്ത മാർക്കറ്റിൽ മിക്ക ജീൻസൊക്കെ ഉണ്ട് കേട്ടോ. कितना है? 150 150 കൊള്ളാല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചീപ്പ് റേറ്റിനെ കിട്ടും എന്നും പറഞ്ഞ വീഡിയോ കാണുമ്പോൾ എൻ്റെ അടുത്ത് വാങ്ങിക്കൊണ്ട് വരാൻ പറയരുത്. ഇവിടെ 150 രൂപയ്ക്ക് ജീൻസ്, 150 രൂപയ്ക്ക് ഷർട്ട്, 100 രൂപ കിട്ടും. വില പേശി കഴിഞ്ഞാൽ 100 രൂപ കിട്ടും സാധനം. ഇതാണ് ദില്ലി. ഞാൻ പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടോ. അത് വീഡിയോ ഒന്നും എടുത്തില്ല, നൈറ്റ് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ക്യാമറ എത്രത്തോളം സേഫാണ്, ഗോപ്രോ മത്തിക്കൊണ്ട് പോകാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ് ഇവിടെയൊക്കെ. ഇപ്പം തന്നെ ഇവരുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ക്യാമറ പുറത്തിറങ്ങുക. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ. എത്രയാണ് 200 രൂപ ജീൻസ്. कुछ कम देना ना 100 में नहीं है भाई 150 का ऑर्डर करा 150 नहीं 150 രൂപ തരാന്ന് പറയണ്ടാ. വേറെ സ്ഥലത്ത് നോക്കാന്ന് പറഞ്ഞ് വേറെ സ്ഥലത്തോട്ട് പോകും. സ്ക്രീൻ കാർഡൊക്കെ ഉണ്ട് എല്ലാ ഫോണിലും. പിന്നെ ഫുഡ്, കച്ചോരി, ഇവിടെയും ഫുഡ് ഐറ്റം
എല്ലാം മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പപ്പായ, വാട്ടർമെലൺ. കിന്നായി 100 में 5 ചവിട്ടി ആക്കിയിട്ട് നമുക്കിപ്പോൾ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് വാങ്ങുന്നില്ല. ഹൃദയത്തിലാണ് ഗൈസ് ഞങ്ങൾ ഇവിടെ നടക്കുന്നത്. മലയാളികൾ എത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ മലയാളികളൊക്കെ ചെറു പൈസയൊക്കെ ഇങ്ങോട്ട് വരണം. നിങ്ങൾ വരുമ്പോൾ ലഗേജ് ഒന്നും എടുക്കരുത്, ഇവിടെ നിന്ന് നിറച്ചിട്ടോ. ഒന്നും എടുക്കാൻ പാടില്ല, ബാഗ് മാത്രമായിട്ട് തന്നെ ഒന്നായിട്ട് പോരണം. ഒരു 5000 രൂപ കയ്യിൽ വെച്ച് പോകുന്ന സുഖമാണ്. നാട്ടിൽ കോടീശ്വരനായി ജീവിക്കും. ഡ്രസ്സൊക്കെ മാറിയിടാം. ബ്രാൻഡഡ് അല്ല കേട്ടോ, അൺബ്രാൻഡഡ്. പക്ഷേ ബ്രാൻഡിൻ്റെ ഉള്ളിൽ നിന്ന് ഇതില്ല, ക്വാളിറ്റിയൊക്കെ കണക്കാണ്, നമ്മൾ നോക്കിയെടുക്കണം. ഇതല്ല ബേഡ്സിനൊക്കെ തത്തകളെയൊക്കെ പിടിച്ചിട്ടുണ്ട്, തത്തേനെ വയ്ക്കുന്നുണ്ട്. ഇവിടെ കണ്ട തത്ത, പ്രാവും, മുയൽ അങ്ങനത്തെ ഐറ്റംസ്. ഇവിടെ തത്തേനെയൊക്കെ പിടിച്ച് വിൽക്കുന്ന ലീഗലാണ്, എനിക്കറിയില്ല കേട്ടോ. പച്ചത്തത്ത നമ്മുടെ അവിടെ ലീഗലല്ലല്ലോ, അതിനെക്കുറിച്ച് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഇവിടെ തത്തേനെ കിട്ടും. ആപ്പിൾ വാച്ച് 10 അല്ലേ? 10 സീരീസ് ആണോ? 10 सीरीज 10 Bro. Yeah. रियली कितने के लिए नियर लिए कोई लेता है हाउ मच പൈസ എത്ര? 30,000. എടുത്ത് വെച്ചാൽ പണിയാവും. ആപ്പിൾ വാച്ച് 10 സീരീസ് ആണ് കേട്ടോ. ഒറിജിനൽ വില ഉണ്ടോ? 1200 രൂപ സാധനം. എല്ലാവരും വാങ്ങുന്നെങ്കിൽ സ്വന്തം റിസ്കി വാങ്ങാൻ, വാറണ്ടിയും ഗ്യാരണ്ടി ഒന്നും ഉണ്ടാവില്ല. സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ വാങ്ങാം. ആപ്പിൾ സീരീസ് 10 സീരീസ് ആണ്. कितना लास्ट कितना? ये लो सर इसमें ब्लैक भी मिल जाएगा, ब्लैक कलर नहीं, ब्लैक पट्टा मिल जाएगा। हाँ मिल जाएगा। कितना लास्ट कितना? आप बताओ क्या देने? 800 800 500 വരാറില്ലേ? ഉണ്ടോ? ആദ്യം ഇത്ര പറഞ്ഞു. 1000 लो 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 800 അങ്ങനെ എടുക്കുന്നുണ്ടോ? ഇല്ല 800. അതാണ് മലയാളി, വില പേശി അത് ഉറപ്പിച്ചിട്ട് എടുത്തില്ല. ഒരു മനസ്സുഖമല്ലേ, ഒരു മനസ്സുഖമല്ലേ? ഒറിജിനൽ അവനാവും. ഒറിജിനല്ല, ലോക്കൽ അല്ലേ? പിന്നെ 1200 രൂപ ഒറിജിനൽ കിട്ടുമോ? നമ്മളെ ലെഫ്റ്റിൽ റെഡ് ഫോർട്ട് ഉണ്ടോ? അത് റെഡ് ഫോർട്ടൊക്കെ 2 വർഷം മുമ്പ് കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടായിരുന്നു. അതിപ്പോൾ ഐ ബട്ടണിൽ കൊടുത്തേക്കട്ടോ. 500 ഒക്കെ ഇപ്പോൾ എടുക്കാമായിരുന്നു. 500 ലാസ്റ്റ് 500 ഫുള്ള് കിട്ടുക കഴിഞ്ഞാൽ 500. ബട്ട് ആദ്യം തന്നെ 800 പറഞ്ഞല്ലോ. 800 പറഞ്ഞു. ലാസ്റ്റ് പ്രൈസ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓ ദില്ലി ഇവിടേക്ക് ഞാൻ ഓറഞ്ചൊക്കെ മുറിച്ച് വെക്കട്ടോ. പ്ലേറ്റ് 10 രൂപ കിട്ടും. പിന്നെ ഞാൻ ഇന്നലെ ഒരു പാൻറ്റ് വാങ്ങിയായിരുന്നു 200 രൂപ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പാൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ കുറച്ചും കൂടി വാങ്ങിയിട്ടുണ്ട്. ഒരു പാൻറ്റ്, ഒരു ഷോർട്സ്, 3 ടീഷർട്ട്, പിന്നെ ഒരു ജാക്കറ്റ്. ഇത് മാത്രമുള്ള എൻ്റെ കയ്യിൽ. പിന്നെ ബാഗ് ഇത്രയും വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ്റ് ഉണ്ട്, സ്ലീപ്പിംഗ് ബാഗ്, സ്ലീപ്പിംഗ് മാറ്റ്, അതൊക്കെ കൊണ്ടാണ്. എത്രയാണ്? 250 സാറാ 250 സാധനം കിട്ടും. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ ഉണ്ടോ? വൃത്തിയൊന്നുമില്ല. മൂത്രമൊക്കെ ആണെന്ന് വരുന്നത്. വുഡ്ലാൻഡ് ഡൂപ്പ് ഉണ്ടോ?
ഷൂസാണ്. ഷൂസിന് ക്രേസ് ഉള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആരും ഇട്ടവർ കോപ്പി ഷൂസ് കുറേ കിട്ടും. പിന്നെ ഒറിജിനൽ വാങ്ങുന്നവർ പറഞ്ഞിട്ട് അറിയില്ല. കോപ്പി ഷൂസ് വാങ്ങുന്നവരൊക്കെ ഇവിടെ വന്ന സ്വർഗം, പാരഡൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ ബെൽറ്റ് ഉണ്ട്, ജീൻസ്, ചപ്പൽ, പെർഫ്യൂമൊക്കെ ഉണ്ട് കേട്ടോ. പറയൂ, എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? പൊളി പൊളി. ഇവനെ പറഞ്ഞത് ശങ്കരാ പറഞ്ഞത് നല്ല കുട്ടികളുണ്ടാവും. അത് ശരി കേട്ടോ, നല്ല കുട്ടികളുണ്ട്. കേരളത്തിലുള്ള പെൺകുട്ടികളെക്കാട്ടിയും എത്രയും ബെറ്ററാണ് കേട്ടോ. ഇവിടെ വന്നോ മലയാളീസ് നിങ്ങൾ ഡൽഹിക്ക് പോകണം, വേറെ എങ്ങോട്ടും പോരണ്ട. ഒക്കെ കറക്റ്റാണ്, സെറ്റാണ് അറിയാം. ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ. പഞ്ചാബീസിൻ്റെ റിങ്, മോതിരം, ചപ്പൽ, ടൂൾസൊക്കെ ഉണ്ടല്ലോ. ഡൽഹിയുടെ തെരുവിൽ നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് ടീംസ് കൂടെ കാത്തിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ഗൈസ്, ഈ സൈഡിൽ ഇരിക്കുന്നതാണ് നമ്മളെ ഗൈസ്. എല്ലാം സുലഭമാണ് ഗൈസ്. ഇതാണ് നമ്മളെ സ്കോഡ്. ചെയ്ത് ഇതാണ് ഞങ്ങളെ ഗ്രേഡ് സിഞ്ചുട്ടൻ. बहुत बड़ा भाई 256 GB പെൻ ഡ്രൈവ് വാങ്ങിട്ടോ. അപ്പുറം ഒന്ന് പിടിച്ച് ഞാൻ കത്തൊന്ന് തുറക്കും. അതൊക്കെ 150 രൂപയ്ക്ക് രണ്ടെണ്ണം തന്നതാ. നല്ല ഡീലാന്നൊക്കെ വെറുതെ സാധനം. ഇതാണ് അവസ്ഥ. ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണ്ട. ഇങ്ങനത്തെ കുറേ സ്കാം ഇവിടെ ഉണ്ട്. സോ ഇതിനൊന്നും ചെന്ന് പെടാതിരിക്കുക. നമ്മൾ 256 GB എന്ന് പറയുമ്പോൾ തന്നെ നമ്മളതിൽ വീഴുമല്ലോ. സ്റ്റോറേജിന് അത്യാവശ്യം ആവശ്യമുള്ളതുകൊണ്ട്, ട്രാവൽ ചെയ്യണതുകൊണ്ട്. സോ അങ്ങനെ ഇതിൽ വീണ് ട്രാപ്പായി. അങ്ങനെ ആ പൈസ പോയി. ഓർമ്മക്കായിട്ട് വെച്ചേക്കത്. നമ്മളങ്ങനെ ഇപ്പോൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോർ ബസാറൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഇപ്പോൾ ജോധ്പൂരോട്ട് പോകണേണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ ഇവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അവിടെ എത്തിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതുവരെ എന്തായാലും ഗുഡ് ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.